നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ളതാണ്. അപ്പോൾ പഴയകാല രുചിയിൽ ഏറ്റവും സ്വാദിഷ്ടമായിട്ട് എങ്ങനെയാണ് പാലട പ്രഥമൻ തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ പാൽ ഒത്തിരി സമയം കുറുക്കി വറ്റിച്ചിട്ടാണ് സാധാരണ നമ്മളിത് ചെയ്തെടുക്കുക. അപ്പോൾ പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് ഏറ്റവും സിമ്പിളായിട്ട് എന്നാൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു പായസം നമ്മളിന്ന് തയ്യാറാക്കി എടുക്കുന്നത് പ്രഷർ കുക്കറിനകത്താണ്. 3 ലിറ്ററിൻ്റെ കുക്കറാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഫ്ലെയിം ഓൺ ചെയ്ത് കുക്കറിനകത്തോട്ടേക്ക് 1 ലിറ്റർ അളവിൽ ഫുൾ ക്രീമായിട്ടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് ഇതിനകത്ത് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. ഇനി നിങ്ങൾ വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു 1/4 കപ്പിൽ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. എപ്പോഴും ഫുൾ ക്രീമായിട്ടുള്ള പാൽ ഉപയോഗിച്ചിട്ട് തന്നെ വേണം റെസിപ്പി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയുക. ഈ ഒരു റെസിപ്പിയിൽ പറയുന്ന എല്ലാ ടിപ്സും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ കറക്റ്റ് സദ്യയിൽ നമുക്ക് വിളമ്പുന്ന അതേ രുചിയിൽ പാലട തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു പാലിനകത്തോട്ടേക്ക് ആദ്യം നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. പാല് നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് തിളച്ച് പൊങ്ങാൻ വേണ്ടിയിട്ട് വിടുക. അപ്പോൾ ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് വീണ്ടും പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഫ്ലെയിം ഏറ്റവും നിങ്ങൾ ഉപയോഗിക്കുന്ന സ്റ്റൗവിൽ ഏറ്റവും ചെറു തീയിൽ നിങ്ങൾക്ക് ഏത് സ്റ്റൗവിലാണ് വെക്കാൻ പറ്റുക അതിനകത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് കൊടുത്ത് ഇതിൻ്റെ വിസിലും വാഷറും വരുന്ന രീതിയിൽ സാധാരണ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ ഒരു 1 മണിക്കൂർ ചെറു തീയിലിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതൊന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലോട്ടേക്കുള്ള അട വേവിച്ചെടുക്കാം. ഇവിടെ ഞാൻ പാലട 100 ഗ്രാം പാലടയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറിയ തരികളായിട്ട് വരുന്ന പാലടയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പല രീതിയിൽ നിങ്ങൾക്കിത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് 100 ഗ്രാമാണ് ഇതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത്. കണ്ടോ, ഈ ഒരു സൈസിലാണ് ഉള്ളതാണ് നമ്മളിന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നല്ലതുപോലെ കഴുകിയെടുക്കണം. ഒരു 4-5 തവണ നല്ലതുപോലെ കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം ഇത് വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു പാത്രത്തിനകത്ത് ഏകദേശം നിങ്ങൾ എത്ര അടയാണോ എടുക്കുന്നത് അതിന് കണക്കായിട്ട്, ഞാൻ കറക്റ്റ് അളവ് പറയുന്നില്ല, പാത്രത്തിൻ്റെ 1/4 ഭാഗത്തോളം തന്നെ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. കാരണം അട വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിനകത്തോട്ടേക്ക് അടയിട്ട് കൊടുക്കാം. അടയിട്ടതിന് ശേഷം തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15-20 മിനിറ്റെങ്കിലും എടുക്കും അട നല്ലതുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അടയുടെ പാകം നോക്കുന്നത് നമ്മളിതുപോലെ തവിയിൽ കോരിയെടുത്ത് കൈകൊണ്ട് നമ്മൾ ഉടച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ ഉടഞ്ഞു കിട്ടണം. കുറച്ച് തരി പോലെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പാലൊക്കെ ഒഴിച്ച് വീണ്ടും റെഡിയാക്കി എടുക്കുമ്പോൾ അത് കല്ലിച്ചതുപോലെ ഉണ്ടാകും. ഇപ്പോൾ ഇത് കറക്റ്റ് പാകമായിരുന്നു. അടയിലെ വെള്ളമൊക്കെ വാർന്ന് കളഞ്ഞതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിലിട്ടിട്ട് അട ഒന്നുകൂടി കഴുകിയെടുക്കണം. അങ്ങനെ കഴുകിയെടുക്കുകയാണെങ്കിൽ അട ഒട്ടും തന്നെ പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ നമുക്ക് തയ്യാറായി കിട്ടും. അടുത്തതായിട്ട് ഒരു പാത്രത്തിനകത്തോട്ടേക്ക് 1/2 ടേബിൾ സ്പൂൺ തുടങ്ങി 1 ടേബിൾ സ്പൂൺ വരെ പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചൂടായ നെയ്യിലോട്ടേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അട മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ അട ഒന്ന് നമ്മൾ ഇതിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. ആ ഒരു സമയത്ത് നമ്മൾ ഇതിലോട്ടേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 പിഞ്ച് ഉപ്പ്, നെയ്യ്, പഞ്ചസാര, ഉപ്പ് ഇത്രയും കാര്യങ്ങളിലിട്ട് അട നല്ലതുപോലെ ഒരു 6-7 മിനിറ്റ് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴാണ് അടക്ക് ആ ഒരു നല്ല സ്വാദ് കിട്ടുന്നത്. അപ്പോൾ കണ്ടോ, നമ്മുടെ അടയിലെ ആ ഒരു നെയ്യും പഞ്ചസാരയൊക്കെ ചേർന്ന് നല്ല രീതിയിൽ നമുക്ക് തയ്യാറായി വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പാല് ഇതിൻ്റെ ഇടയിൽ ഒരു 2-3 വിസിലടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിസിലടിച്ചാലും കുഴപ്പമില്ല, തീ എപ്പോഴും കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ പാലിൻ്റെ ഒരു കളർ കണ്ടോ, നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു കളറിലോട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ നെയ്യിൽ വാട്ടി വെച്ചിരിക്കുന്ന അടയിലോട്ടേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാല് ഒഴിച്ചു കൊടുക്കാം. പാലിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല ഒരു പിങ്ക് പാലടയുടെ കളറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് ക്യാമറയിൽ കാണുമ്പോഴതിനേക്കാളും നല്ല ഭംഗിയാണ് നേരിട്ട് കാണുമ്പോൾ. ആ ഒരു കളറ് ശരിക്കും നമുക്ക് സദ്യക്ക് കിട്ടുന്ന അതേ കളറിലാണ് കിട്ടുന്നത്. അപ്പോൾ അട എപ്പോഴും നല്ലതുപോലെ മിക്സ് ചെയ്ത് പാലുമായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഞാൻ ഇതിലോട്ടേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും അതുപോലെ വീണ്ടും ഒരു 2 പിഞ്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മളൊരു 10 മിനിറ്റ് ഇത് തിളപ്പിച്ചെടുക്കണം. അതായത് തിളച്ച് ഇതൊന്നുകൂടി അങ്ങ് കുറുകി വരണം. ഒത്തിരി കുറുക്കിയെടുക്കാൻ നിൽക്കേണ്ട. കാരണം പാലട എപ്പോഴും ചൂടാറി കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടി നല്ല ക്രീം പോലെ ആയിട്ടുള്ള ഒരു പാകത്തിലോട്ടേക്ക് മാറും കേട്ടോ.
അപ്പോൾ ഇത് അത്യാവശ്യം പാകമായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിതിപ്പോൾ ചൂടോടുകൂടി സെർവ് ചെയ്യുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കാണ് കുറച്ചുകൂടി ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. പക്ഷേ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല ക്രീം പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പഴവും പപ്പടമൊക്കെ അടിച്ച് കഴിക്കുമ്പോൾ ഉള്ള ഒരു സ്വാദ് എന്ന് പറയുന്നത് പണ്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ ഉണ്ടാകുന്ന അതേ സ്വാദിൽ നിങ്ങൾക്ക് ഇതുപോലെ റെഡിയാക്കിയെടുക്കാം. പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് എപ്പോഴും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പാലൊക്കെ വറ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത്. ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. സൂപ്പർ ടേസ്റ്റാണ്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.